ആവേശകരമായ കൊട്ടിക്കലാശത്തിനൊടുവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പോളിംഗ് നാളെ നടക്കും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് വോട്ടെടുപ്പ് നടക്കുക. നിശബ്ദ പ്രചാരണം ദിനത്തിൽ വോട്ട് ഉറപ്പിക്കുന്ന തിരക്കിലായിരുന്നു സ്ഥാനാർത്ഥികൾ. ത്രിതല പഞ്ചായത്തുകളും നഗരസഭകളും ഉൾപ്പെടെ 595 തദ്ദേശ സ്ഥാപനങ്ങളിലായി 11,168 വാർഡുകളിലേക്കാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ്. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുകയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ആവേശകരമായ പ്രചരണത്തിനൊടുവിൽ പോളിംഗ് ബൂത്തിലേക്ക് നാളെ കേരളം പോകുന്നതെന്നാണ് പറയുന്നത്. ആദ്യഘട്ട വോട്ടെടുപ്പാണ് നടക്കുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയായിരുന്നു ഈ പ്രചരണഘട്ടത്തിലെല്ലാം തന്നെ മുന്നണികളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. വലിയ പ്രതീക്ഷകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. നിരവധി വിഷയങ്ങളെല്ലാം തന്നെ ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഒരിക്കൽ കൂടി. എന്തായാലും ഈ ആദ്യഘട്ടം വരുമ്പോൾ ചില സാഹചര്യങ്ങളെല്ലാം തന്നെ നോക്കേണ്ടതുണ്ട്. വലിയ രീതിയിൽ തന്നെ വിമതശല്യം മുന്നണികൾക്കെല്ലാം തന്നെ വലിയ രീതിയിൽ പ്രതിസന്ധിയാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ മധ്യ കേരളം ഉൾപ്പെടുന്ന മേഖല ചേർന്നതാണ് ഈ ആദ്യഘട്ടത്തിൽ വരുന്നത്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ പറയുമ്പോൾ അതിൽ മധ്യ കേരളം ഉൾപ്പെടുന്നുണ്ട്. അതിൽ പ്രധാനമായും പറയേണ്ടത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്വാധീനം, അത് കോട്ടയം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ വലിയ രീതിയിലുള്ള സ്വാധീനം ഉണ്ടാകുന്നു എന്നതാണ്. കഴിഞ്ഞ തവണ LDFനെ സംബന്ധിച്ച് വലിയൊരു നേട്ടം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയെടുക്കാൻ കഴിഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു സ്വാധീനം തന്നെയായിരുന്നു. അത് വലിയ രീതിയിൽ തന്നെ പ്രതിഫലിച്ചിരിക്കുന്നു എന്നതെല്ലാം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇക്കുറി വലിയ രീതിയിൽ വലിയൊരു മുന്നേറ്റം പ്രതീക്ഷിക്കുകയാണ് LDF. കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു സ്ഥാനം അത് വലിയ രീതിയിൽ തന്നെ തങ്ങൾക്ക് ഗുണം ചെയ്യും എന്ന കാര്യമടക്കമുണ്ട്. പല പഞ്ചായത്തുകളടക്കം ഭരിക്കുന്നത് ഈ കേരള കോൺഗ്രസ് എമ്മിൻ്റെ പിന്തുണയോട് കൂടി തന്നെയാണ്. ആ രീതിയിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം കേരള കോൺഗ്രസ് എം ചില ജില്ലകളിൽ വഹിക്കുന്നു എന്നതാണ് പറയേണ്ട ഒരു കാര്യം. UDFനെ സംബന്ധിച്ചും മുനിസിപ്പാലിറ്റികളിലടക്കം വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം കഴിഞ്ഞ തവണ അവർക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നതാണ് പറയേണ്ടത്. അത് ഇക്കുറിയും അത് ഉണ്ടാകുമെന്നൊരു കാര്യം തന്നെയാണ് പറയേണ്ടത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രചരണം, ചില വലിയ വിവാദ വിഷയങ്ങളടക്കം സംസ്ഥാന തലത്തിലെ വിഷയങ്ങൾ എല്ലാം തന്നെ ഈ പ്രാദേശിക തലത്തിലേക്ക് വ്യാപിക്കുന്ന ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു എന്നതും കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട ആരോപണം, അതുമായി ബന്ധപ്പെട്ട കേസെടുത്ത കാര്യങ്ങളടക്കം എല്ലാ വിഷയങ്ങളുമെല്ലാം തന്നെ പ്രാദേശിക തലങ്ങളിലെല്ലാം തന്നെ ചർച്ചയാവുന്നതെല്ലാം തന്നെ നമ്മൾ കണ്ടു. എന്തായാലും വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങളും പ്രത്യാരോപണവും എല്ലാം തന്നെ ഇക്കുറിയും മാറ്റമില്ലാതെ തന്നെ ഉണ്ടായിരുന്നു എന്നതാണ് പറയേണ്ടത്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം നാളെയാണ്. നാളെ വോട്ടെടുപ്പ് നടക്കുന്നു. രാവിലെ 7 മണി മുതൽ പോളിംഗ് ആരംഭിക്കും എന്നതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാറുണ്ട് എന്നതാണ് പറയേണ്ടത്. ഒന്നാം ഘട്ടത്തിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് പോളിംഗ് നടക്കുന്നത്. സംസ്ഥാനത്തെ 1200 തദ്ദേശ സ്ഥാപനങ്ങളിൽ അതിൽ 595 തദ്ദേശ സ്ഥാപനങ്ങളിലാണ് ഇന്ന് ജനവിധി തേടുന്നത്. ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്നത് 471 ഗ്രാമപഞ്ചായത്തുകളിലേക്കും 75 ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും 39 മുനിസിപ്പാലിറ്റികളിലേക്കും 7 ജില്ലാ പഞ്ചായത്തുകളിലേക്കുമാണ് വോട്ടെടുപ്പ് നടക്കുക. അതോടൊപ്പം തന്നെ 595 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കായി 11,168 വാർഡുകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുക. ഇതിൽ തിരുവനന്തപുരം ജില്ല നോക്കുകയാണെങ്കിൽ ആകെ 1,838, കൊല്ലം ജില്ലയിൽ 1,698, പത്തനംതിട്ടയിൽ 1,099, ആലപ്പുഴയിൽ 1,666, കോട്ടയത്ത് 1,611, ഇടുക്കിയിൽ 1,036, എറണാകുളത്ത് 2,220 വാർഡുകളാണ് ഉള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ വാർഡുകൾ എറണാകുളത്താണ് 2,220. കുറവ് നോക്കുകയാണെങ്കിൽ 1,036, അത് ഇടുക്കിയിലാണ് ഉള്ളതെന്നതാണ് പറയേണ്ടത്. 2020 ഈ തെരഞ്ഞെടുപ്പിൽ ഈ ജില്ലകളിൽ 10,470 വാർഡുകൾ ആണ് ഉണ്ടായിരുന്നത്. അതിൽ ഈ വാർഡുകൾ കൂടുതലായി വന്നത് വിഭജനമടക്കം നടന്നു. പല പഞ്ചായത്തുകളിലും വാർഡുകൾ കൂടുന്ന സ്ഥിതിയെല്ലാം തന്നെ ഉണ്ടായി. അങ്ങനെ നോക്കുകയാണെങ്കിൽ 698 വാർഡുകളാണ് ഈ വാർഡ് വിഭജനത്തിന് ശേഷം ഇക്കുറി കൂടിയിട്ടുള്ളത് എന്നതും കൂടി നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കൂടാതെ ഒന്നാം ഘട്ടം ജനവിധി തേടുന്നത് 36,630 സ്ഥാനാർത്ഥികളാണതിൽ 19,600 സ്ത്രീകളും പുരുഷന്മാർ നോക്കുകയാണെങ്കിൽ 17,056 പുരുഷന്മാരുമുണ്ട്. ഇതിൽ 2,544 സ്ത്രീ സ്ഥാനാർത്ഥികൾ കൂടുതലുണ്ട് എന്നതും കൂടി കാണേണ്ടതുണ്ട്. കൂടാതെ ഈ എറണാകുളം നോക്കുകയാണെങ്കിൽ വലിയ സ്വാധീനമുള്ള ഒരു മേഖലയാണ് ഈ 2020 സംബന്ധിച്ച് എറണാകുളം എന്ന് പറയുന്നത്. അവരുടെ സാന്നിധ്യം അവിടെ വലിയ രീതിയിൽ വിപുലീകരിക്കുന്ന സ്ഥിതി ഇക്കുറി ഉണ്ടായെന്നതാണ് പറയേണ്ടത്. കൂടുതൽ പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും 2020 മത്സരിക്കുന്നു എന്നതാണ് ഇക്കുറിയുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്.
886 വാർഡുകളിലാണ് അവർ ആകെ മത്സരിക്കുന്നതെന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഓർക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ കോർപ്പറേഷനിൽ 56 സീറ്റുകളിലും മത്സരിക്കുന്നു. 29 സീറ്റുകൾ വനിതകൾക്ക് നൽകിയെന്നതാണ് 2020 സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായും പറയേണ്ട ഒരു കാര്യം. എന്തായാലും സംസ്ഥാനത്ത് 2.84 കോടി വോട്ടർമാരിൽ ഒന്നാം ഘട്ടം 1,32,00,000 വോട്ടർമാരാണ് ഈ സമ്മതിദാനാവകാശം വിനിയോഗിക്കാനായി പോകുന്നത്. ഇതിൽ 62.06 ലക്ഷം പുരുഷ വോട്ടർമാരും സ്ത്രീ വോട്ടർമാർ നോക്കുകയാണെങ്കിൽ 69.80 ലക്ഷം അങ്ങനെയാണ് ഉള്ളത്. ഇതിൽ 7.74 ലക്ഷം വനിതകൾ കൂടുതലുണ്ട്. കൂടാതെ എറണാകുളത്താണ് കൂടുതൽ വോട്ടർമാർ ഉള്ളത്. 26,47,66 പേരാണ് എറണാകുളത്ത് ഉള്ളത്. കുറവ് നോക്കുകയാണെങ്കിൽ ഇടുക്കിയിലാണ് 9,702 വോട്ടർമാരാണ് ഇടുക്കിയിലുള്ളത്. എന്തായാലും 7 ജില്ലകളിലായി 15,441 പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത്. ഇതിൽ കൂടുതൽ പോളിംഗ് സ്റ്റേഷനുകൾ ഉള്ളത് എറണാകുളത്താണ്. കുറവ് നോക്കുകയാണെങ്കിൽ ഇടുക്കിയിൽ എറണാകുളത്ത് 3,025 ഇടുക്കിയിൽ 1,292 പോളിംഗ് ബൂത്തുകളാണ് ഉള്ളത്. ഇതിൽ വലിയ സുരക്ഷയെല്ലാം ഉണ്ട്. പ്രശ്നബാധിത ബൂത്തുകളിൽ എല്ലാ തവണയും ഉള്ളതുപോലെ തന്നെ ഈ CCTV ക്യാമറ അടക്കം ഉൾപ്പെടുത്തി വെബ്കാസ്റ്റിംഗ് അടക്കം ഉണ്ട് എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ 2020 ഒരു സാഹചര്യം കൂടി നമുക്ക് ഒന്ന് നോക്കി പോകേണ്ടതുണ്ട്. ആ സാഹചര്യം കൂടി നോക്കുകയാണെങ്കിൽ 2020 തെരഞ്ഞെടുപ്പിൽ 7 ജില്ലകളിൽ മുനിസിപ്പാലിറ്റികളിൽ ഒഴികെ LDFനായിരുന്നു വലിയ മേൽക്കൈ ഉണ്ടായിരുന്നത്. എറണാകുളം ഒഴികെ 6 ജില്ലാ പഞ്ചായത്തുകൾ LDF നേടുന്നൊരു സാഹചര്യമുണ്ടായി. തിരുവനന്തപുരം, കൊല്ലം കോർപ്പറേഷനുകളിൽ UDF വലിയ ഭൂരിപക്ഷത്തിൽ ഭരണം പിടിച്ചപ്പോൾ കൊച്ചി കോർപ്പറേഷനിൽ UDF മുന്നിലെത്തെങ്കിലും വിമതരുടെയും സ്വതന്ത്രരുടെയും പിന്തുണയോടെ LDF ഭരണം കൈയടക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായെന്നതും പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ വലിയൊരു മുന്നേറ്റം കാഴ്ചവെക്കാനായി LDFന് കഴിഞ്ഞു എന്നതും കഴിഞ്ഞ തവണത്തെ ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ആ രീതിയിൽ വലിയ മുന്നേറ്റമുണ്ടായി. പക്ഷേ ഈ മുനിസിപ്പാലിറ്റികളിൽ വലിയ മേൽക്കൈ UDFന് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതാണ് പറയേണ്ട ഒരു കാര്യം. മുനിസിപ്പാലിറ്റികളിൽ UDF LDFന് പിന്തള്ളി 479 വാർഡുകൾ UDF നേടുകയുണ്ടായി. 2020 4,302 വാർഡുകൾ LDF നേടുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നതും പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ആ രീതിയിൽ വലിയ ഒരു മുന്നേറ്റം 2020 തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നതാണ് പറയേണ്ട ഒരു കാര്യം. എന്തായാലും ഒരു ചുരുക്കി നോക്കുകയാണെങ്കിൽ 7 ജില്ലകളിൽ LDFന് വലിയ നേട്ടം 2020 ഉണ്ടായത്. എറണാകുളം ഒഴികെ 6 ജില്ലാ പഞ്ചായത്തുകൾ LDF നേടി. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം, കൊല്ലം കോർപ്പറേഷനുകളിൽ LDF മുന്നിലെത്തി. കൊച്ചിയിൽ UDF മുന്നിലെത്തുന്ന ഒരു സാഹചര്യം. പക്ഷേ അവിടെ ഭരണം നേടാൻ കഴിഞ്ഞില്ലെന്നതാണ് പറയേണ്ടത്. കൂടാതെ മുനിസിപ്പാലിറ്റികൾ നോക്കുകയാണെങ്കിൽ, പൊതുവെ നോക്കുകയാണെങ്കിൽ വലിയൊരു നേട്ടം മുനിസിപ്പാലിറ്റികളിൽ കോൺഗ്രസിനുണ്ടായി അല്ലെങ്കിൽ UDFനുണ്ടായി എന്നതും കൂടി എടുത്തു പറയേണ്ട കാര്യമാണ്. ഇവിടെ എല്ലാം തന്നെ വലിയ സ്വാധീനമുണ്ടാകുന്നു. കൂടാതെ വലിയ വിവാദങ്ങളെല്ലാം തന്നെ ഈ STPയുടെ പിന്തുണ നേടി എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോപ്പുലർ ഫ്രണ്ടുമായി കൂട്ടുകെട്ടുണ്ടാക്കിയെന്ന കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം. ഇതെല്ലാം തന്നെ വലിയ രീതിയിൽ തന്നെ ചർച്ചയാവുന്ന സാഹചര്യം ഇതെല്ലാം തന്നെ കഴിഞ്ഞ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് പറയേണ്ട ഒരു കാര്യം. ആ രീതിയിൽ കൂടുതൽ പഞ്ചായത്തുകൾ ഭരിക്കാനായി LDFന് കഴിഞ്ഞപ്പോൾ അവിടെ വലിയ മുന്നേറ്റം മുനിസിപ്പാലിറ്റികളിൽ UDFന് കാഴ്ചവെക്കാൻ കഴിഞ്ഞുവെന്നാണ് പറയേണ്ടത്. എന്തായാലും മുന്നണികളെല്ലാം തന്നെ വലിയ ആത്മവിശ്വാസത്തിലാണ്. അതോടൊപ്പം തന്നെ BJPയും പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തിലേക്ക് വരുന്നു എന്നതാണ് ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടത്. പല മേഖലകളിലും തങ്ങൾക്ക് സ്വാധീനം നേടിയെടുക്കാൻ കഴിയും എന്നത് തന്നെയാണ് പറയേണ്ടത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് പാലക്കാട് മുനിസിപ്പാലിറ്റി തന്നെയാണ്. അവിടെ BJPയാണ് ഭരിച്ചത്. പക്ഷേ ഇക്കുറി അവിടെ BJPക്ക് വലിയ വിവാദങ്ങളെല്ലാം തന്നെ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു എന്നതാണ് പറയേണ്ട ഒരു കാര്യം. ഇതെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് LDFും UDFും പറയുന്ന ഒരു കാര്യം. എന്തായാലും ഇക്കുറിയും ഭരണം തുടരുമെന്നൊരു കാര്യം തന്നെയാണ് അവിടെ ഈ നോക്കുകയാണെങ്കിൽ BJP നോക്കുകയാണെങ്കിൽ പറയുന്ന ഒരു കാര്യം. എന്തായാലും പാലക്കാട് വരുന്നത് 2ാം ഘട്ടത്തിലാണ്. അത് അടുത്ത ദിവസങ്ങളിലേക്കാണ് വരുന്നത്. ആദ്യഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഈ പ്രധാനപ്പെട്ട ജില്ലകളിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളത് BJPയെ സംബന്ധിച്ച് തിരുവനന്തപുരം തന്നെയാണ്. അവിടെ വലിയ രീതിയിൽ വലിയൊരു മുന്നേറ്റം കാഴ്ചവെക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് BJP ഉള്ളത്. അതേസമയം തന്നെ കോട്ടയം അടക്കമുള്ള ജില്ലകളിൽ വലിയ മേൽക്കൈ നേടാമെന്ന്, കോട്ടയം, ആലപ്പുഴ അടക്കമുള്ള ജില്ലകളിൽ വലിയ മേൽക്കൈ നേടാമെന്ന് LDFും കൂടാതെ UDFും പ്രതീക്ഷ വെക്കുന്നു. എന്തായാലും അവസാനഘട്ട വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു സ്ഥാനാർത്ഥികൾ. ഇന്ന് വലിയ രീതിയിൽ തന്നെ നിശബ്ദ പ്രചാരണ ദിനത്തിൽ വലിയ അവസാന വോട്ടുറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിൽ സ്ഥാനാർത്ഥികളെത്തി. കൂടുതൽ വോട്ടർമാർ നേരിൽ കാണാനുള്ള തിരക്കുകളെല്ലാം തന്നെ ആയിരുന്നു സ്ഥാനാർത്ഥികളെന്നും എടുത്തു പറഞ്ഞ കാര്യം തന്നെയാണ്. എന്തായാലും നാളെ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കുകയാണ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് ഈ വോട്ടെടുപ്പ് നടക്കുക. എന്തായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നണികളെല്ലാം ഉള്ളത്. ശരി.
ആവേശകരമായ കൊട്ടിക്കലാശത്തിനൊടുവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പോളിംഗ് നാളെ നടക്കും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് വോട്ടെടുപ്പ് നടക്കുക. നിശബ്ദ പ്രചാരണ ദിനത്തിൽ വോട്ട് ഉറപ്പിക്കുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. ത്രിതല പഞ്ചായത്തുകളും നഗരസഭകളും ഉൾപ്പെടെ 595 തദ്ദേശ സ്ഥാപനങ്ങളിലായി 11,168 വാർഡുകളിലേക്കാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ്. KC ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. LDF സർക്കാരിനെതിരെയുള്ള ജനവിധി ഇക്കുറി പത്തനംതിട്ടയിൽ പ്രതിഫലിക്കുമെന്ന് ആന്റണി MP. നിശബ്ദ പ്രചാരണത്തിന്റെ ഭാഗമായി പത്തനംതിട്ട വള്ളംകുളത്ത് വീട് കയറി വോട്ട് അഭ്യർത്ഥിക്കുന്ന വേളയിൽ കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാം കേന്ദ്രീകൃതമാക്കി അവിടെ വലിയ അഴിമതിയും കൊള്ളയാണ് നടന്നത്. അതുകൊണ്ട് ജനങ്ങൾ ഇത് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് ഈ അഴിമതി ഭരണം പോകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. നിശബ്ദ പ്രചരണമാണ്. എങ്ങനെയാണ് UDFന്റെ വിജയസാധ്യതയെ നോക്കിക്കാണുന്നത്? നിശബ്ദ പ്രചരണം അല്ല, ഇത്തവണ പത്തനംതിട്ട ജില്ല UDF തൂത്തുവാരി ജയിക്കാൻ പോവുകയാണ്. ജില്ലാ പഞ്ചായത്ത് നമുക്ക് വ്യക്തമായ ഭൂരിപക്ഷം കിട്ടും. ഇവിടെ നീതുമാമ്പം കൊണ്ടൂരടക്കം വ്യക്തമായ ഭൂരിപക്ഷം ജില്ലാ പഞ്ചായത്ത് നമുക്ക് ലഭിക്കും. പത്തനംതിട്ട ജില്ലയിലെ മുനിസിപ്പാലിറ്റികൾ നമ്മൾ പിടിക്കും. ഭൂരിപക്ഷം ഗ്രാമപഞ്ചായത്ത് പിടിക്കും. UDFന് അനുകൂലമായ ഭയങ്കര ഒരു തരംഗമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നത്. ഇന്നലത്തെ ആ കലാശക്കൊട്ടിൽ ഞങ്ങൾക്കത് ബോധ്യപ്പെടുകയും ചെയ്തു. എങ്ങനെയാണ് ഈ പ്രവർത്തകരെ എണ്ണയിട്ട യന്ത്രം പോലെ എത്തിക്കാൻ? ഞങ്ങളെ പ്രവർത്തനം വളരെ നേരത്തെ ആരംഭിച്ചു. 1 വർഷമായി ഞങ്ങൾ ഇതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി. 1 വർഷമായി അടുക്കും ചിട്ടയോടെ താഴെ തട്ടിൽ പ്രവർത്തിച്ച് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നതിൽ എല്ലാവരും ഒരുമിച്ച് നിന്നു. അപ്പൊ ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളാണ് ഇത്തവണ നമ്മൾ ഓരോ സ്ഥലത്തും രംഗത്തിറങ്ങിയിരിക്കുന്നത്. അപ്പം ഒരു വലിയ വിജയമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നാളെ ഇനി പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോഴേ ഓരോ വോട്ടർമാരോട് എന്താണ് എനിക്ക് പറയാനുള്ളത്? കേരളത്തിലെ ഈ അഴിമതി ഭരണം, കേരളത്തിലെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഈ ഭരണം അവസാനിക്കേണ്ട സമയം കഴിഞ്ഞു. അതിനുള്ള ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ്. പിന്നെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ത്രിതല പഞ്ചായത്തുകളെ ശ്വാസം മുട്ടിച്ചുകൊണ്ടുന്ന ഒരു ഗവൺമെന്റാണ്. കാരണം അവർക്ക് കൊടുക്കേണ്ട ഫണ്ട് കൊടുത്തില്ല. കൊടുത്ത ഫണ്ട് തന്നെ ഫെബ്രുവരി മാസത്തിൽ കൊടുത്ത മാർച്ച് മാസത്തിൽ യൂട്ടിലൈസേഷൻ ചെയ്തില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പിടിച്ചു. ഗ്രാമപഞ്ചായത്തുകൾക്ക് ഒരു വികസനവും നടത്താൻ കഴിയാത്ത കാലഘട്ടമായിരുന്നു. അപ്പൊ ത്രിതല പഞ്ചായത്ത് സമ്പ്രദായത്തെ തന്നെ തകർത്ത് എല്ലാം കേന്ദ്രീകൃതമാക്കി അവിടെ വലിയ അഴിമതിയും കൊള്ളയാണ് നടന്നത്. അതുകൊണ്ട് ജനങ്ങൾ ഇത് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് ഈ അഴിമതി ഭരണം പോകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് MP ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ നിശബ്ദ പ്രചരണത്തിൽ സ്ഥാനാർത്ഥിയോടൊപ്പം വള്ളംകുളത്ത് ഉള്ളത്. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് MJ, പത്തനംതിട്ട. വാർത്തകൾ തുടർന്നു. തിരുവനന്തപുരത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പോളിംഗ് ബൂത്തുകളിലേക്കുള്ള EVM മെഷീനുകൾ വിതരണം ചെയ്തു. വെമ്പായം, അരുവിക്കര, പനവൂർ, കരക്കുളം, ആനാട് എന്നീ പഞ്ചായത്തുകളിലേക്കുള്ള മെഷീനുകളാണ് നെടുമങ്ങാട് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിതരണം ചെയ്തത്. റിട്ടേണിംഗ് ഓഫീസറുടെ നേതൃത്വത്തിലാണ് മെഷീനുകൾ വിതരണം ചെയ്തത്. പോളിംഗ് ബൂത്തുകളിലേക്ക് പോകേണ്ട വാഹനങ്ങളും ക്രമീകരിച്ചു. മുനിസിപ്പാലിറ്റിയിലെ പോളിംഗ് സാമഗ്രികൾ മഞ്ച ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിതരണം ചെയ്തു. ആലപ്പുഴ ചെങ്ങന്നൂർ നഗരസഭയുടെ 27 ബൂത്തുകളിലും പ്രിസൈഡിംഗ് ഓഫീസർമാർ മുതൽ പോളിംഗ് ഉദ്യോഗസ്ഥർ വരെ എല്ലാവരും വനിതകൾ. അങ്ങാടിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള സാമഗ്രികൾ വിതരണം ചെയ്യാനെത്തിയപ്പോഴാണ് ഈ കൗതുകം തിരിച്ചറിഞ്ഞത്. ഈ സ്കൂളിലാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണവും തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കൗണ്ടിങ്ങും നടക്കുന്നത്. രാവിലെ തന്നെ ഇവിടെ എത്തി നമ്മുടെ ഒരുക്കങ്ങളിലെല്ലാം അതീവ സന്തുഷ്ടി പ്രകടിപ്പിച്ച് പോയി കഴിഞ്ഞു. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 27 ബൂത്തിലും ജോലി ചെയ്യുന്ന പോളിംഗ് ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ, പ്രിസൈഡിംഗ് ഓഫീസർമാർ മുഴുവൻ ഉദ്യോഗസ്ഥരും വനിതാ ജീവനക്കാരെന്നുള്ളതാണ് ഇത്തവണത്തെ ഞങ്ങളുടെ ഈ ഇലക്ഷൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ഒരു വലിയ നേട്ടം എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാരെല്ലാം തന്നെ സമയബന്ധിതമായി ഇവിടെ എത്തി അവർ കൃത്യമായി അവരുടെ ഇരിപ്പിടങ്ങളിൽ സ്ഥാനം ഉറപ്പിച്ചു. അവർ പോളിംഗ് സാമഗ്രികൾ മുഴുവൻ അവർ ഒത്തുനോക്കിക്കഴിഞ്ഞു. ഇത് എത്രയും വേഗം നമുക്ക് അടുത്ത അവരുടെ വാഹനങ്ങളിൽ അവരുടെ പോളിംഗ് ബൂത്തുകളിൽ എത്തിക്കുക എന്നുള്ള ജോലി മാത്രമേ ഇനി നമുക്ക് പെൻഡിംഗ് ഉള്ളൂ. ചെങ്ങന്നൂരിലെ മുനിസിപ്പാലിറ്റിയിൽ വളരെ നല്ല രീതിയിലുള്ള പോളിംഗ് അറേഞ്ച്മെൻറ്റ്സാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇടുക്കിയിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി. ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള വിതരണ കേന്ദ്രങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലായിരുന്നു ക്രമീകരിച്ചിരുന്നത്. വിദൂര ആദിവാസി ഇടങ്ങളിലായി ഇടമലക്കുടിയിലേക്കും കുറുത്തിക്കുടിയിലേക്കും പോളിംഗ് സാമഗ്രികൾ എത്തിച്ചു. ഇടമലക്കുടിയിൽ പോളിംഗിനായി വേണ്ട ക്രമീകരണങ്ങൾ നടത്താനായി ദേവികുളം സബ് കളക്ടർ VM ആര്യ പറഞ്ഞു.
ഒന്നാം ഘട്ട വോട്ടെടുപ്പിന്റെ ഭാഗമായി പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടന്നു. വിദൂര ആദിവാസിയിടങ്ങളായ ഇടമലക്കുടിയിലേക്കും കുറത്തിക്കുടിയിലേക്കും പോളിംഗ് സാമഗ്രികൾ എത്തിച്ചു. എത്തിച്ചേരുന്നതിൽ ദൂരക്കൂടുതലുള്ള ഇടങ്ങളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണമാണ് ആദ്യം പൂർത്തീകരിച്ചത്. കുറ്റമറ്റ രീതിയിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തീകരിക്കാൻ വേണ്ടുന്ന ഒരുക്കങ്ങൾ നടത്തിയിരുന്നു. പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടന്ന കേന്ദ്രങ്ങളിൽ തന്നെയാണ് വോട്ടെണ്ണലും ക്രമീകരിച്ചിട്ടുള്ളത്. നെറ്റ്വർക്ക് പ്രശ്നമുണ്ടായാൽ പരിഹരിക്കാൻ വയർലെസ് സംവിധാനം പോലീസിന് ഏർപ്പെടുത്തി നൽകിയിട്ടുണ്ട്. 14 ബൂത്തുകളാണ് ഇടമലക്കുടിയിൽ ക്രമീകരിച്ചിട്ടുള്ളത്. റൂട്ട് ഓഫീസറെ നിയോഗിച്ചതിനൊപ്പം വനംവകുപ്പിന്റെ സഹായവും ഉറപ്പുവരുത്തിയിട്ടുള്ളതായി ദേവികുളം സബ് കളക്ടർ VM ആര്യ പറഞ്ഞു. വനംവകുപ്പിന്റെ ടീം ഈ പോളിംഗ് ടീമിനോടൊപ്പം ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും വന്യജീവിയുടെ പ്രശ്നങ്ങളും അവർക്ക് പരിഹരിക്കും. പിന്നെ അവർക്ക് നമ്മുടെ റൂട്ട് ഓഫീസർമാര് പ്രദേശവാസികളാണ്. അപ്പൊ അവർക്ക് ആ പ്രദേശത്തിനെ പറ്റിയും അതോടൊപ്പം ഇത്തരത്തില് ഒരു മൂവ്മെന്റ് ഉണ്ടായാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അവർക്കും അറിയാവുന്നതാണ്. എടമലക്കുടിയിലെ 14 ബൂത്തുകളിലേക്കും പോളിംഗിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ നടത്തിയിട്ടുണ്ട്. നമ്മള് പോളിംഗ് പാർട്ടിയെ കൂടാതെ നമ്മള് പോലീസ് ഓഫീസറുടെ കയ്യിൽ ചിലയിടങ്ങളിൽ നെറ്റ്വർക്ക് ഇഷ്യൂസ് വന്നാൽ അത് മാനേജ് ചെയ്യാനായിട്ട് അവരുടെ കയ്യിലൊരു വയർലെസ് സെറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ടെറൈനിന് പറ്റുന്ന രീതിയിലുള്ള 4x4 ജീപ്പുകളാണ് നമ്മൾ കൊടുത്തയച്ചിട്ടുള്ളത്. ഇത് കൂടാതെ തന്നെ നമ്മളുടെ ബഹുമാനപ്പെട്ട കളക്ടർ അടക്കമുള്ള സംഘം ഇന്നലെ പോയി പ്രദേശവാസികളോടും സംസാരിച്ച് അവരുടെ എല്ലാ സഹകരണവും പോളിംഗിനുണ്ടാകുമെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും പോലീസ് സുരക്ഷയും പ്രശ്നബാധിത ബൂത്തുകളിൽ പ്രത്യേക പോലീസ് സുരക്ഷയും വെബ്കാസ്റ്റിംഗും വീഡിയോ. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി തൃശൂർ കൊടുങ്ങല്ലൂരിൽ റൂട്ട് മാർച്ച് നടത്തി പോലീസ്. കേരള പോലീസിന് പുറമെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ്, റാപ്പിഡ് റെസ്പോൺസ് ഫോഴ്സ് എന്നിവയും റൂട്ട് മാർച്ചിൽ അണിനിരന്നു. ചന്തപുരയിൽ നിന്ന് ആരംഭിച്ച റൂട്ട് മാർച്ച് നഗരം ചുറ്റി അവസാനിച്ചു. DYSP PC ബിജുകുമാർ, സർക്കിൾ ഇൻസ്പെക്ടർ BK അരുൺ, സബ് ഇൻസ്പെക്ടർ K സാലിം എന്നിവർ റൂട്ട് മാർച്ച് നയിച്ചു. മലപ്പുറം എടക്കരയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം കഴിഞ്ഞ് വീട്ടിലെത്തിയ സ്ഥാനാർത്ഥി കുഴഞ്ഞു വീണു മരിച്ചു. മൂത്തേടം പഞ്ചായത്തിലെ പായിമ്പാടം 7ാം വാർഡിൽ നിന്നും മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി ഹസീനയാണ് മരിച്ചത്. പായിമ്പാടം അംഗനവാടി അധ്യാപിക കൂടിയാണ് ഹസീന. ഇന്നലെ പകൽ മുഴുവൻ വീടുകൾ കയറിയുള്ള വോട്ടഭ്യർത്ഥനയും രാത്രി കുടുംബ യോഗങ്ങളിലും പങ്കെടുത്താണ് ഹസീന വീട്ടിലെത്തിയത്. രാത്രിയോടെ നെഞ്ചുവേദന അനുഭവപ്പെടുകയായിരുന്നു. കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്തിൽ വോട്ടർ പട്ടികയെ ചൊല്ലി തർക്കം. നവംബർ 14-നും സർക്കാർ അന്തിമ പട്ടിക ഇറക്കിയതിന് പിന്നാലെ ഇന്ന് പുതിയ പട്ടിക പുറത്തു വന്നിരിക്കുകയായിരുന്നു. പുതിയ പട്ടികയിൽ നിരവധി വോട്ടർമാർ പുറത്തായി. വോട്ടർ പട്ടിക പ്രകാരം ഇലക്ഷൻ നടത്തണമെന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യം. 14/11/2025 അന്തിമ വോട്ടർ പട്ടിക ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. കാരശ്ശേരി പഞ്ചായത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടി ഇത് സംബന്ധിച്ച അന്തിമ വോട്ടർ പട്ടിക നൽകിയതാണ്. ആ അന്തിമ വോട്ടർ പട്ടികയുമായി നമ്മളിപ്പോ വീടുകളിലെല്ലാം കയറി വോട്ടർമാരെ കണ്ടു, അവർക്ക് സ്ലിപ്പ് ഉൾപ്പെടെ കൊടുത്തു കഴിഞ്ഞു. ഇന്ന് അല്പം നേരം മുമ്പ് ഇവിടെ വിളിച്ചു പറയുന്നത് ഈ പട്ടികയല്ല, വേറൊരു പട്ടികയുണ്ട് എന്നാണ്. അത് മാത്രമല്ല 16-ാം വാർഡിൽ, സൗത്ത് കാരശ്ശേരി 16-ാം വാർഡിൽ 3 പേര് 703, 704, 705 നമ്പറിലുള്ള 3 പേര് ഈ 14-ാം പ്രസിദ്ധീകരിച്ച പട്ടികയിലുണ്ട്. ആ പട്ടികയിലുള്ള ആളുകളെ ഇപ്പോ ഇവർ പറയുന്നു അതിലില്ല, ആ പട്ടികയിലില്ല. ഇത് വലിയ കൃത്രിമം ഈ പട്ടിക സംബന്ധിച്ചുണ്ടായിട്ടുണ്ട്. കൂട്ടിച്ചേർത്ത പട്ടിക ഇവിടെ കാണിക്കുന്നത് 15 പേരെ, ഇതിന്റെ അവസാനത്തിൽ കാണിക്കുന്നത് ഇവിടെ വോട്ടർമാരെ കാണിക്കുമ്പോൾ 13 പേരാണ്. ഇത് ഒരു തരത്തിലും ശ്രദ്ധിക്കാതെ ചെയ്തിട്ടുള്ള കാര്യം. ഞങ്ങൾ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, ഈ പട്ടികയിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും 14/11/25 അന്തിമ പട്ടിക ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പട്ടിക വെച്ച് ഇലക്ഷൻ നടത്തണം. കഴിഞ്ഞ തവണ BJP നേടിയ തൃശൂർ കോർപ്പറേഷനിലെ പാട്ടൂരയ്ക്കൽ ഡിവിഷൻ തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് ഇത്തവണ സ്ഥാനാർത്ഥിയായി നിയോഗിച്ചത് KPCC സെക്രട്ടറിയും കൗൺസിലറുമായ ജോൺ ഡാനിയലിനെയാണ്. തന്റെ സ്വന്തം തട്ടകമായ പാട്ടൂരായ്ക്കലും തൃശൂർ കോർപ്പറേഷനും ഇത്തവണ കോൺഗ്രസ് പിടിക്കുമെന്ന് ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായ ജോൺ ഡാനിയൽ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. മുൻ മുഖ്യമന്ത്രി അന്തരിച്ച ഉമ്മൻചാണ്ടിയുടെ തൃശ്ശൂരിലെ അടുത്ത വിശ്വസ്തന്മാരിൽ ഒരാളാണ് ജോൺ ഡാനിയൽ. KPCC സെക്രട്ടറിയാണ്.
അദ്ദേഹം നിലവിൽ തൃശ്ശൂർ കോർപ്പറേഷൻ കൗൺസിലറാണ്. ഇത്തവണയും അദ്ദേഹം ജനവിധി തേടുന്നുണ്ട്. സ്വന്തം തട്ടകമായ പാട്ടുരായ്ക്കലിൽ നിന്നാണ്. പക്ഷേ കഴിഞ്ഞ തവണ BJP ജയിച്ച ഈ സീറ്റ് പിടിച്ചെടുക്കുക എന്ന വലിയ ദൗത്യമാണ് പാർട്ടി അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുള്ളത്. ജോൺ ഡാനിയൽ ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനൊപ്പമുണ്ട്. ജോണേട്ട, വലിയ ദൗത്യമാണ്. കാരണം ഇത് BJPയുടെ കയ്യിൽ നിന്ന് ഇത് പിടിച്ചെടുക്കണം, മാത്രമല്ല ഭരണവും പിടിച്ചെടുക്കണം LDFിൻ്റെ കയ്യിൽ നിന്ന്. തീർച്ചയായും തൃശ്ശൂർ കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കണം. അതുപോലെ തന്നെ ആ ഭരണം പിടിച്ചെടുക്കണമെങ്കിൽ ഇതുപോലെയുള്ള BJPയിൽ നിന്നുള്ള വാർഡുകൾ തിരിച്ചു പിടിക്കേണ്ട ഒരു ആവശ്യതയുണ്ട്. ജനാധിപത്യ ചേരിയിലേക്ക്, മതേതരത്വ ചേരിയിലേക്ക് പാട്രേക്കൽ ഡിവിഷനെ കൊണ്ടുവരിക എന്നുള്ള വലിയ ശ്രമകരമായ ദൗത്യമാണ് ഞാൻ ഏറ്റെടുത്തിട്ടുള്ളത്. തീർച്ചയായും ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണം വളരെ ആശാവഹമാണ്. നേരത്തെ കൗൺസിലർ ആയിരുന്നതുകൊണ്ട് തന്നെ അവർക്ക് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യകത ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിലാണ് അവർ സ്വീകരിക്കുന്നതും വോട്ട് ചെയ്യാമെന്ന് പറയുന്നതും. ഈ പാട്രേക്കിൽ നേരത്തെ കൗൺസിലറാകുമ്പോഴാണ് പ്രളയം വന്നത്. അന്ന് രക്ഷാപ്രവർത്തനമൊക്കെ വലിയ വാർത്തയായിരുന്നു. തീർച്ചയായും ഈ പ്രളയം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ മുഴുവൻ ജനപ്രതിനിധികൾക്കും, ഞാൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ജനപ്രതിനിധികൾക്കും പിന്നെ ഇടപഴകാനും ജനങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് ഉൾപ്പെടെ എത്തിക്കുവാൻ പാട്രേക്ക് ഡിവിഷനിൽ പ്രളയത്തിൻ്റെ വലിയ കെടുതികൾ ഉണ്ടായിട്ടുള്ളൊരു ഡിവിഷനാണ്. തൊട്ടടുത്ത ദേവമാത സ്കൂളിൽ 15 ദിവസത്തിലേറെയായി ക്യാമ്പുകൾ, ദുരിതാശ്വാസ ക്യാമ്പുകളുണ്ടായിരുന്നു. ഇവിടെ നിന്നുള്ള പല ആളുകളെയും രക്ഷിച്ച് ക്യാമ്പുകളിൽ എത്തിക്കുവാനും അവരെ രക്ഷപ്പെടുത്തുവാനും ഒക്കെ ഈ പിന്നെ കഴിഞ്ഞ പ്രളയകാലത്ത് അവസരമുണ്ടായിട്ട് അതൊക്കെ ഇപ്പോൾ ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർ വളരെ നന്ദിപൂർവ്വം അവർ സ്മരിക്കുന്നുണ്ട്. ഈ തൃശ്ശൂർ എന്ന് പറയുന്നത് കോർപ്പറേഷൻ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ വലിയ ശക്തി കേന്ദ്രമായിരുന്നു. പക്ഷേ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തുല്യ നിലയിൽ വരികയും കോൺഗ്രസ്സുകാരനായിരുന്ന ഒരാൾ വിമതനായി മത്സരിച്ച് അദ്ദേഹം മേയർ സ്ഥാനാർത്ഥിയായി പിന്നീട് LDFിനൊപ്പം ചേരുന്നൊരു സാഹചര്യവും ഉണ്ടായിരുന്നു. അതിനെ പാർട്ടി എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഒരു സംഭവിക്കാൻ പാടില്ലാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യമായിരുന്നു. കാരണം ശ്രീ MK വർഗീസ് മേയറാകുന്ന സാഹചര്യം എന്ന് പറയുന്നത് അവിടെ വർഗീസ് റിബലായി അദ്ദേഹം മത്സരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. സ്വാഭാവികമായും 24 എന്ന ബാലൻസിങ്ങിൽ ഇടതുപക്ഷവും UDFും എത്തിയപ്പോൾ 25-മനായി ശ്രീ വർഗീസ് ജയിച്ചു വരികയും 25-ൻ്റെ പ്രസക്തി ആ ഘട്ടത്തിൽ വളരെ പ്രാധാന്യമുള്ളതായി മാറുകയും ശ്രീ വർഗീസ് മേയറായി തുടരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷെ അതൊരു തൂക്ക് ഭരണസമിതിയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ ന്യൂനതകളും ആ ഭരണസമിതിക്കുണ്ടായിരുന്നു. ആകെ ഉണ്ടായിരുന്ന ഒരു നേട്ടമെന്ന് പറയുന്നത് ശ്രീ MK വർഗീസിന് 5 വർഷം മേയർ കസേരയിൽ ഇരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതല്ലാതെ മറ്റൊരു നേട്ടവും ജനങ്ങൾക്ക് ഈ ഭരണസമിതിയെ കൊണ്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. MK വർഗീസ് നേട്ടമുണ്ടാക്കി ജനങ്ങൾക്ക് ഒരു ഗുണം ഉണ്ടായില്ല? ഒരിക്കലുമില്ല. കാരണം MK വർഗീസിനെ സംബന്ധിച്ചോളം അത് വലിയ നേട്ടമായി സ്വയം വിലയിരുത്താം. കാരണം അദ്ദേഹത്തിന് 5 വർഷം തുടർച്ചയായി ഭരിക്കാനുള്ള അവസരം കിട്ടിയെന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ച് നേട്ടമാണ്. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ച് അതൊരു നേട്ടമായി വിലയിരുത്താൻ കഴിയില്ല. കാരണം 5 വർഷവും ഭൂരിപക്ഷമില്ലാത്തതിൻ്റെ ഒരു കുറവ് വികസന പദ്ധതികളിൽ ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. BJP തവണ വലിയ അവകാശവാദമാണ് തൃശ്ശൂരിൽ ഉന്നയിക്കുന്നത്. കാരണം അവർ പറയുന്നത് പാർലമെൻറ്റ് മണ്ഡലം പിടിച്ചെടുത്തു, ഇനിയിപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷനും പിടിക്കും എന്ന്. പക്ഷേ കേവലം 6 ഡിവിഷൻ മാത്രമാണ് അവർക്കുള്ളത് എന്നുള്ളതാണ്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? സുരേഷ് ഗോപിയുടെ ഒരു പ്രതിച്ഛായയെ ബന്ധപ്പെടുത്തിയാണ് BJP അവകാശവാദം ഉന്നയിക്കുന്നത്. സുരേഷ് ഗോപി ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ ഉണ്ടായിരുന്ന പ്രതിച്ഛായ ഉണ്ടോ എന്ന് ജനങ്ങളോട് ചോദിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇലക്ഷന് മത്സരിക്കുമ്പോൾ തൃശ്ശൂരും എടുക്കുക എന്ന് പറഞ്ഞ സുരേഷ് ഗോപി തൃശ്ശൂരിലെ പല വിഷയങ്ങളിൽ വന്നപ്പോൾ നിങ്ങളൊക്കെ ആരാണെന്ന് തൃശ്ശൂർക്കാരോട് ചോദിക്കുന്ന ഒരു സ്ഥിതിവിശേഷം തൃശ്ശൂരിലുണ്ടായി. ഛത്തീസ്ഗഡിൽ ഉൾപ്പെടെ ക്രൈസ്തവ സന്യാസിനിമാർക്ക് നേരെ അക്രമം ഉണ്ടായപ്പോൾ അദ്ദേഹത്തെ കണ്ടില്ല. തൃശ്ശൂരിൻ്റെ പല വിഷയങ്ങളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. ഇത് എൻ്റെ ഒരു രാഷ്ട്രീയ ആരോപണം മാത്രമല്ല, ജനങ്ങൾ വിലയിരുത്തിയതാണ്. അതുകൊണ്ട് തന്നെ BJPക്ക് അത്തരമൊരു അവകാശവാദത്തിൽ ഇത്തവണ റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കില്ല. ആ കഴിഞ്ഞ റിസൾട്ട് ഇത്തവണ അവർക്കുണ്ടാക്കാൻ സാധിക്കില്ല. BJPക്ക് നിലവിലുള്ള സീറ്റ് വർദ്ധിപ്പിക്കാനും കഴിയില്ല. നിലവിൽ കോർപ്പറേഷനിലുണ്ടായിരുന്ന സീറ്റിൽ നിന്ന് വളരെയധികം അവർ പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇത്തവണത്തെ കോർപ്പറേഷൻ ഇലക്ഷനിൽ BJP തൃശ്ശൂരിൽ നാമാവശേഷമാകുന്ന ഒരു രാഷ്ട്രീയ ചിത്രം തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകുന്ന കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും ഒരു സംശയവുമില്ല. ജനങ്ങൾ പലപ്പോഴും UDF വരണമെന്ന് ആഗ്രഹിച്ചാൽ പോലും കോൺഗ്രസിനകത്തെ ഈ ഗ്രൂപ്പിസവും വിമത ഭീഷണിയും ഒക്കെ വലിയ തലവേദനയാവുന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും കാണുന്നത്. ജനങ്ങൾ ആഗ്രഹിച്ചാൽ പോലും അതിന് നടക്കാത്തൊരു സാഹചര്യം. ഇത്തവണ അങ്ങനെ ഒരു സാഹചര്യം എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഈ വിമത ഭീഷണി എന്ന് പറയുന്നത് കോൺഗ്രസിന് മാത്രം അലട്ടുന്ന ഒരു പ്രശ്നമായിട്ട് ഞങ്ങൾ വിലയിരുത്തുന്നില്ല. ഇപ്പോൾ തൃശ്ശൂരിൽ തന്നെ CPMന് വിമത ഭീഷണി ഉണ്ടായിട്ടുണ്ട്. അവർക്ക് വിമത സ്ഥാനാർത്ഥിയുണ്ട്.
BJPക്കും പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ കുട്ടംകുളങ്ങരയിൽ മാറ്റേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഈ പ്രശ്നങ്ങളുണ്ട്. താരതമ്യേന കോൺഗ്രസിൻ്റെ മുൻകാല ചരിത്രം പരിശോധിച്ചാൽ ഇത്തവണ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നല്ല രീതിയിലുള്ള സ്ഥാനാർത്ഥി നിർണയമാണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു മികച്ച ഭൂരിപക്ഷമാണ് ഇത്തവണത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഞങ്ങൾ കോർപ്പറേഷനിൽ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭരണം ഉറപ്പാണെന്നും പിന്നെ ഞങ്ങൾക്ക് ഉറപ്പാണ്. അത് നിലവിൽ ഈ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലൊക്കെ ഇരുന്ന ആളാണ്. ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൻ്റെ ഭരണപക്ഷത്തെ ഒരു അംഗമായിട്ട് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാമല്ലേ? ഭരണപക്ഷത്തിൻ്റെ അംഗം കൗൺസിലറായിട്ട് എന്തായാലും തുടരും. മറ്റുള്ള കാര്യങ്ങളൊക്കെ പാർട്ടിയാണ്, മുതിർന്ന നേതാക്കളാണ് തീരുമാനിക്കുന്നത്. അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല. ജയിച്ചു വരിക എന്ന ഒരു പ്രക്രിയയ്ക്കാണ് മുൻതൂക്കം ഈ ഘട്ടത്തിൽ നൽകുന്നത്. അവസാനം ഉമ്മൻചാണ്ടി സാറിനെ മിസ് ചെയ്യുന്നുണ്ടോ? എങ്ങനെ? വളരെയധികം. ഉമ്മൻചാണ്ടി സാറില്ലാത്ത കേരളം അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സാറില്ലാത്ത കോൺഗ്രസ് എന്ന് പറയുന്നത് ജനങ്ങളും ഞങ്ങളെപ്പോലുള്ള അദ്ദേഹത്തെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഞങ്ങളെല്ലാവരും അദ്ദേഹത്തിൻ്റെ വിടവ് അതൊരു കാരണവശാലും നികത്താൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമുള്ള എല്ലാ കാലഘട്ടത്തിലും ആ ഒരു വിടവ് വലിയ കാര്യമായിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്തും അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം വളരെ എന്താ പറയുക, ഞങ്ങൾക്ക് വളരെ ദുഃഖകരമായ രീതിയിലാണ് ആ കാര്യത്തെ ഞങ്ങൾ ഓർമ്മിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും ശരി, അദ്ദേഹത്തിൻ്റെ സ്മരണകൾ ജനങ്ങൾക്ക് മുന്നിലുള്ളത് കൊണ്ട് ആ സ്മരണകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നുണ്ട്. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്, എല്ലാ ആശംസകളും. ഓക്കെ. ജോൺ ഡാനിയലാണ് തൃശ്ശൂർ കോർപ്പറേഷനിലെ നിലവിലെ കൗൺസിലറാണ്. അദ്ദേഹം ജനവിധി തേടുന്നത് നേരത്തെ മത്സരിച്ച് ജയിച്ചിടത്താണ്. BJPയുടെ സിറ്റിംഗ് സീറ്റ് പിടിക്കാനാണ്. ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായിരുന്ന വ്യക്തിയാണ്. നല്ലൊരു ജനപ്രതിനിധിയായി മാതൃക തെളിയിച്ച ആളുമാണ്. അദ്ദേഹം പറയുന്നത് UDF ഇത്തവണ തൃശ്ശൂർ കോർപ്പറേഷൻ ഭരണം തിരിച്ചു പിടിക്കും എന്ന് തന്നെയാണ്. ക്യാമറ പേഴ്സൺ അരുൺ മുഴക്കുന്നതിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, തൃശ്ശൂർ. വാർത്തകൾ തുടരുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപ് കുറ്റക്കാരനല്ലെന്ന് എറണാകുളം സെഷൻസ് കോടതി. 10 പ്രതികൾ ഉൾപ്പെട്ട കേസിൽ വിധി പ്രസ്താവനത്തിന് 1 മുതൽ 6 വരെയുള്ളവരെയാണ് കുറ്റക്കാർ. അതേസമയം 7 മുതൽ 10 വരെയുള്ള പ്രതികളെ കോടതി വെറുതെ വിട്ടു. പ്രതികൾക്കുള്ള ശിക്ഷ ഈ മാസം 12-ന് വിധിക്കും. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു എറണാകുളം സെഷൻസ് കോടതി. അതേസമയം 7 മുതൽ 10 വരെയുള്ള നടൻ ദിലീപ് അടക്കമുള്ള പ്രതികളെ വെറുതെ വിട്ടിരിക്കുക കൂടി ചെയ്തിരിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഈ 7 മുതൽ 10 വരെയുള്ള പ്രതികൾക്ക് മേൽ ചുമത്തപ്പെട്ട കുറ്റങ്ങൾ പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു വിധി പ്രസ്താവം എറണാകുളം സെഷൻസ് കോടതി ജഡ്ജി ഹണി M. തോമസ് പ്രസ്താവിച്ചത് എന്നുള്ളതും കൂടിയാണ് ഏറെ പ്രധാനം. നമുക്കറിയാം 2017 ഫെബ്രുവരി 17-നാണ് ഇത്തരത്തിൽ നടി ആക്രമിക്കപ്പെട്ടത്. ആക്രമിക്കപ്പെട്ട ആ ഒരു സംഭവത്തിൽ നേരിട്ടിടപെട്ടിട്ടുള്ള പ്രതികളാണ് 1 മുതൽ 6 വരെയുള്ള പ്രതികൾ. ഇവരെയാണ് കുറ്റക്കാരാണെന്ന് എറണാകുളം സെഷൻസ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതേസമയം ഇതിൽ നേരിട്ടിടപെടാത്ത 7 മുതൽ 10 വരെയുള്ള പ്രതികൾ, അതായത് 7-ാം പ്രതിക്ക് മേൽ ചുമത്തിയിരുന്ന കുറ്റം എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് ഒളിവിൽ താമസിക്കാനായി സഹായം നൽകി എന്നുള്ളതാണ്. 8-ാം പ്രതി നടൻ ദിലീപിലേക്ക് എത്തുമ്പോൾ ഈ സംഭവം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കൊട്ടേഷൻ പൾസർ സുനി എന്ന 1-ാം പ്രതിക്ക് നൽകിയത് 8-ാം പ്രതിയായ നടൻ ദിലീപ് അത്തരത്തിലൊരു ഗൂഢാലോചന നടത്തി എന്നുള്ളതായിരുന്നു നടൻ ദിലീപിന് മേൽ ചുമത്തിയിരുന്ന കുറ്റം. 9-ാം പ്രതി മേസ്തിരി സനലിലേക്ക് എത്തുമ്പോൾ അയാൾക്ക് മേലുള്ള കുറ്റം ഈ 1 മുതൽ 6 വരെയുള്ള അല്ലെങ്കിൽ ഇതിലെ പ്രതികൾക്ക് ജയിലിൽ വേണ്ട സഹായങ്ങൾ നൽകി എന്നുള്ളതായിരുന്നു. 10-ാം പ്രതിയിലേക്ക് എത്തുമ്പോൾ അത് ദിലീപിൻ്റെ സുഹൃത്തായിരുന്നു. ദിലീപിൻ്റെ സുഹൃത്തിനെ സംബന്ധിച്ച് 10-ാം പ്രതിയായ ദിലീപിൻ്റെ സുഹൃത്തിനെ സംബന്ധിച്ചുണ്ടായിരുന്ന കുറ്റം എന്ന് പറയുന്നത് തെളിവ് നശിപ്പിക്കലായിരുന്നു. ഈ 7 മുതൽ 10 വരെയുള്ള പ്രതികൾക്ക് മേലുള്ള കുറ്റങ്ങൾ അല്ലെങ്കിൽ മേൽ ചുമത്തിയിരുന്ന കുറ്റങ്ങൾ അത് കണ്ടെത്താൻ പ്രോസിക്യൂഷന് സാധിക്കാത്ത ഒരു സാഹചര്യം തന്നെ ഉടലെടുത്തിരിക്കുന്നു. അത്തരത്തിലൊരു സാഹചര്യം ഉടലെടുത്തത് കൊണ്ടുകൂടിയാണ് ഇത്തരത്തിലൊരു വിധി പ്രസ്താവത്തിലേക്ക് ഹണി M. തോമസിന് എത്തേണ്ടി വന്നത് എന്നുള്ളത് തന്നെയാണ് വ്യക്തം. നിലവിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് വേണ്ട ശിക്ഷ, അവർക്കുള്ള ശിക്ഷാവിധി പ്രസ്താവിക്കുക ഈ മാസം 12-നാണ്. അതുവരെ ഇവരുടെ ജാമ്യം റദ്ദാക്കി കസ്റ്റഡിയിൽ വെക്കും എന്നുള്ളതും കൂടിയാണ് ഹണി M. തോമസ്
തോമസ് വ്യക്തമാക്കിയത്. 6 വർഷം നീണ്ട വിചാരണ നടപടികൾ, നിരവധി സാക്ഷികൾ, നിരവധി രേഖകൾ, ഒപ്പം 90ഓളം ഹർജികൾ സമർപ്പിച്ച നടൻ ദിലീപിൻ്റെ നീക്കങ്ങൾ, കോടതിയെ വരെ, സെഷൻസ് കോടതിയെ വരെ പ്രതിക്കൂട്ടിലാക്കിയ അതിജീവിതയുടെ നിയമ നടപടികൾ, ഇത്തരത്തിൽ സംഭവ വികാസങ്ങൾ നിറഞ്ഞ ഒരുപാട് നാളുകൾ ഈ കേസുമായി സംബന്ധിച്ച് ഈ സമൂഹത്തിന് പറയാനുണ്ട്, അല്ലെങ്കിൽ സമൂഹത്തിനുള്ളിലുണ്ട്. ഈ മലയാളത്തിൽ തന്നെ വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരുപാട് നീക്കങ്ങൾ, മലയാള സിനിമയെ പിടിച്ചു കുലുക്കിയ താരങ്ങൾ മണ്ണിലിറങ്ങി വന്ന സാഹചര്യങ്ങൾ വരെ ഉടലെടുത്ത ചില നിമിഷങ്ങൾ, മലയാള സിനിമയിലെ വനിതകൾ രാജിവെച്ചിറങ്ങി, അതായത് അമ്മ സംഘടനയിൽ നിന്ന് രാജിവെച്ചിറങ്ങി ഒരുമിച്ചൊരു കൂട്ടായ്മയുണ്ടാക്കുന്നു, ശേഷം അതിജീവിതയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നു. ശേഷം നടന്നതെല്ലാം വലിയ രീതിയിലുള്ള സംഭവങ്ങൾ തന്നെയാണ്. ഇതെല്ലാത്തിനും മൂല കാരണമായിട്ടുള്ള ഈ കേസ്, അതിജീവിത ആക്രമിക്കപ്പെട്ട, നടി ആക്രമിക്കപ്പെട്ട കേസ് ഇപ്പോൾ വിധിയിലേക്ക് എത്തിയിരിക്കുകയാണ്. 1 മുതൽ 6 വരെയുള്ള പ്രതികളെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. അതേസമയം 7 മുതൽ 10 വരെയുള്ള നടൻ ദിലീപ് അടക്കമുള്ള പ്രതികൾ കുറ്റക്കാരല്ല എന്ന് കണ്ടെത്തി വെറുതെ വിട്ടിരിക്കുന്നു. ക്യാമറ പേഴ്സൺ അക്ഷയ്ക്കൊപ്പം പ്രസാദ് കാളിദാസൻ, കേരള വിഷൻ ന്യൂസ്. നടിയെ ആക്രമിച്ച കേസിൽ തനിക്കെതിരെ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടന്നെന്ന ദിലീപ് കേസിൽ തന്നെ പ്രതിയാക്കാനാണ് ശ്രമിച്ചത്. തന്റെ കരിയറും ജീവിതവും നശിപ്പിക്കാനും ശ്രമം നടന്നു. കൂടെ നിന്നവർക്കും പിന്തുണച്ചവർക്കും നന്ദി പറഞ്ഞ ദിലീപ്. ഈ കേസിൽ യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ്. സമൂഹത്തിൽ എന്റെ കരിയർ, എന്റെ ഇമേജ്, എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. എന്റെ കൂടെ നിന്ന് എല്ലാ കുടുംബാംഗങ്ങളോടും, എന്റെ സുഹൃത്തുക്കളും അവരുടെ കുടുംബങ്ങളോടും, അതുപോലെ എനിക്ക് വേണ്ടി കാണാത്ത കേൾക്കാത്ത ആളുകൾ ഒരുപാട് പേര്, കോടിക്കണക്കിന് ആൾക്കാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നെ അത്രയും സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അവരുടെ പേരെടുത്ത് പറഞ്ഞാൽ തീരില്ല. അവര് വിവിധ മേഖലയിലുള്ള ആളുകളാണ്. അവരോടെല്ലാം ഈ നിമിഷത്തിൽ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ്. എല്ലാവരോടും ഒരുപാട് സന്തോഷം. നടിയെ ആക്രമിച്ച കേസിൽ കോടതി വെറുതെ വിട്ടതിന് പിന്നാലെ നടൻ ദിലീപ് അഭിഭാഷകനായ ബി രാമൻപിള്ളയുടെ അടുത്ത് എത്തി നന്ദി അറിയിച്ചു. ദിലീപിനെ വേട്ടയാടുകയായിരുന്നുവെന്ന് പറഞ്ഞ രാമൻപിള്ള നടനെതിരായ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരാണെന്നും ആരോപിച്ചു. സത്യത്തിനും ന്യായത്തിനും നീതിക്കും യോജിച്ച വിധിയാണിതെന്നും ന്യായമായ ഒരു വിധി താൻ പ്രതീക്ഷിച്ചതാണെന്നും രാമൻപിള്ള പറഞ്ഞു. നിയമം നിയമത്തിന്റെ വഴിക്ക് നീങ്ങട്ടെയെന്നും കോടതിയെ ബഹുമാനിക്കുന്നുവെന്നും അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയതിന് പിന്നാലെയായിരുന്നു അമ്മയുടെ പ്രതികരണം. ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് അഭിനേതാക്കളുടെ സംഘടന പ്രതികരിച്ചത്. നടിയെ ആക്രമിച്ച കേസിൽ 8ാം പ്രതിയായ നടൻ ദിലീപിനെ വെറുതെ വിട്ടതിന് പിന്നാലെ ആഹ്ലാദ പ്രകടനം നടത്തിയ ആരാധകർ. ലഡ്ഡു വിതരണം ചെയ്താണ് ആരാധകർ ആഹ്ലാദ പ്രകടനം നടത്തിയത്. നടിയെ ആക്രമിച്ച കേസിൽ 8 വർഷത്തിന് ശേഷം വിധി വരുമ്പോൾ നടൻ ദിലീപ് കുറ്റവിമുക്തനാണെന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ ദിലീപിനെതിരെ ചുമത്താൻ കഴിയില്ല, അതിനുള്ള തെളിവുകൾ ലഭിച്ചില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയ സാഹചര്യം. ഇതിന് പിന്നാലെ തന്നെ ദിലീപ് ഫാൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കോടതിയിലുള്ള ആളുകൾക്ക് ലഡ്ഡു വിതരണം മറ്റും നൽകുന്ന ഒരു കാഴ്ചയടക്കം കണ്ടിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ ദിലീപിന്റെ ഫാൻസിന്റെ ഭാഗത്തു നിന്നുമാണ് ഇത്തരത്തിലൊരു പ്രതികരണം ലഭിച്ചത്. ദിലീപിനൊന്നും വരുത്തരേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദിലീപ് നിരപരാധിയാണ്. ഞങ്ങളൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റുകളാണ്. പക്ഷേ ദിലീപ് നല്ല രീതിയിൽ തിരിച്ചു വരണം എന്നുള്ള പ്രാർത്ഥനയായിരുന്നു. ഞാൻ 2 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല മോനെ. കാവ്യ ഉറങ്ങിയിട്ടുണ്ടാവും, പക്ഷെ ഞാൻ ഉറങ്ങിയിട്ടില്ല. അത്രയും ഒരു ഇഷ്ടപ്പെട്ടൊരു നടനം. ഒരു കുഴപ്പം വരില്ല എന്ന് പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഞാനും ഇച്ചിരി തിരക്കിൻ്റെ ഇടയിൽ കൂടി ഇവിടെ വന്നത്, ഇതറിയാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ദിലീപിൻ്റെ കൂടെയാണ്. ശരിയും തെറ്റും മനസ്സിലാക്കിയിട്ടാണ് കേസ് ഇല്ലാതായത്. ഒന്ന് ദിലീപിൻ്റെ കൂടെ തന്നെ നിൽക്കാം. സത്യമായിരിക്കാൻ ഇവർ തമ്മിൽ എന്താണ് പറഞ്ഞത്, എന്താണ് ചെയ്തതെന്നുള്ളത് നമുക്ക് ഡയറക്റ്റ് നമ്മൾ ആരും കണ്ടിട്ടില്ല. അതിൻ്റെ സത്യാവസ്ഥ ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. നമ്മൾ ദിലീപേട്ടൻ്റെ ഫാനാണ്. ശരിക്കും നമ്മുടെ ഒരു സഹോദരൻ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൽ അറസ്റ്റ് ചെയ്ത സമയത്ത് നമ്മളെല്ലാവരും നമ്മുടെ ഫേസ്ബുക്ക് വഴി പുള്ളിയെ സപ്പോർട്ട് ചെയ്തിട്ട സമയത്ത് മാധ്യമങ്ങൾ ദിലീപ് PR വർക്ക് ചെയ്ത് അതിജീവിതയെ
ഇതാക്കുന്നുള്ള രീതിയിലാണ്. നമ്മൾ അതിജീവിതയ്ക്കെതിരെ ഇന്ന് വരെ ഒരു മോശമായിട്ടുള്ള പദപ്രയോഗം നടത്തിയിട്ടില്ല. നമ്മൾ ഈ കേസിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച്, ഈ കേസിൽ 8ാം പ്രതിയായിട്ട് ഉൾപ്പെടുത്തിയ ഈ മനുഷ്യൻ എവിടെയെങ്കിലും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ചാനലിലോ എവിടെയെങ്കിലും ഒരു വാക്ക് മുണ്ടിയിട്ടുണ്ടോ? 1ാം പ്രതിയായിട്ടുള്ള പൾസർ സുനി പല ആംഗിളിൽ വെച്ച് ഷൂട്ട് ചെയ്ത ഇതിൽ വന്നിട്ട് ഒളി ക്യാമറ എന്ന് പറഞ്ഞ് കോടതിയിൽ നടന്ന കാര്യങ്ങളെല്ലാം പൊതുസമൂഹത്തിൻ്റെ മുമ്പ്, അതായത് പുള്ളിയെ പോലീസ് എഴുതി പിടിപ്പിച്ച കാര്യങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പറഞ്ഞ് പുള്ളിയെ മോശക്കാനാണ്. പുള്ളി ഇത് ചെയ്തെന്ന് പൊതുജനത്തിൻ്റെ മുമ്പ് ഉറപ്പിക്കണം, അതിനു വേണ്ടി ചെയ്ത്. അപ്പോൾ 1ാം പ്രതി ഇത് പറഞ്ഞപ്പോൾ പോലും ഒരു മാധ്യമങ്ങളും അത് ചർച്ചയ്ക്ക് എടുത്തിട്ടില്ല. ദിലീപൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ആരെങ്കിലും പോയി കഴിഞ്ഞാൽ അത് വാർത്തയാക്കുന്ന ഓൺലൈൻ മീഡിയകളും മാധ്യമങ്ങളും പുള്ളിക്കെതിരായിട്ട് വരുന്ന കാര്യങ്ങൾ മാത്രം ഇത് ചെയ്യും. പുള്ളിക്ക് അനുകൂലമായിട്ട് വരുന്ന ഒരു കാര്യങ്ങളും എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിന് മനസ്സിലായ കാര്യമാണ് ഇതിൽ ദിലീപേട്ടൻ നിരപരാധിയാണെന്നുള്ളത്. അത് പൂർണ്ണമായിട്ടും പരമോന്നത കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇനി ശബരിമല വാർത്തകൾ നോക്കാം. ശരണമന്ത്രം. ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, സൂര്യദേവമഠം, കുബേരാശ്രമം, ആയൂർ, കൊല്ലം. സത്രം പുല്ലുമേട് കാനന പാതയിലൂടെ സന്നിധാനത്തേക്കുള്ള തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുന്നു. നിരവധി തീർത്ഥാടകരാണ് ദിനവും ഇതുവഴി ദർശനത്തിനായി ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്നത്. പശ്ചിമഘട്ടത്തിന്റെ തണുപ്പും ചോലവനങ്ങളുടെ ഹരിതഭംഗിയും നുകർന്ന് അയ്യപ്പ സന്നിധിയിലേക്കൊരു പുണ്യയാത്ര. സത്രം പുല്ലുമേട് വഴിയുള്ള തീർത്ഥാടനം ഭക്തർക്ക് സമ്മാനിക്കുന്നത് പ്രകൃതിയും ഭക്തിയും ഒന്നാകുന്ന വേറിട്ട അനുഭവമാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏറെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാത ചോലപ്പുൽമേട് എന്ന അപൂർവ ആവാസ വ്യവസ്ഥയുടെ നേർക്കാഴ്ചയാണ്. കണ്ണിന് കുളിർമയേകുന്ന വിശാലമായ പുൽപ്പരപ്പുകൾ, അവയ്ക്കിടയിൽ പച്ചത്തുരുത്തുകൾ പോലെ തലയുയർത്തി നിൽക്കുന്ന ചോലവനങ്ങളുമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ആനയും കടുവയും കാട്ടുപോത്തും തുടങ്ങി നിരവധി വന്യജീവികളുടെ ആവാസ മേഖലയാണ് സന്നിധാനത്തേക്കുള്ള ഈ പരമ്പരാഗത തീർത്ഥാടന പാത. അതിനാൽ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കർശന നിരീക്ഷണം പാതയിൽ ഉടനീളമുണ്ട്. നിശ്ചിത പാത വിട്ട പുൽമേടുകളിലേക്കോ കാടുകളിലേക്കോ ഇറങ്ങാൻ ഭക്തരെ അനുവദിക്കില്ല. സീതക്കുളം, 0 പോയിന്റ്, പുല്ലുമേട്, ഉരക്കുഴി എന്നിവയാണ് പാതയിലെ പ്രധാന ഇടത്താവളങ്ങൾ. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസുകാരും പാതയിൽ നൽകുന്ന പിന്തുണ വലിയ ആശ്വാസമാണെന്ന് തീർത്ഥാടകർ പറയുന്നു. ഇതിൽ കുറച്ച് കഠിനമാണ് ഇതുവഴി വരാനുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്ക് വരണ വഴിക്ക് കുടിക്കാൻ വെള്ളവും നമുക്ക് അങ്ങനെ അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമുക്ക് അതിനൊക്കെ ആവശ്യമായിട്ടുള്ള പോലീസിൽ നിന്നായാലും നമുക്ക് ഫോറസ്റ്റിൽ നിന്നായാലും നമുക്ക് നല്ല സഹകരണം ഉണ്ടായിട്ടുണ്ട്. പോലീസിനായാലും ഫോറസ്റ്റിനായാലും അതിനൊക്കെ അവർക്ക് പ്രത്യേക ഒരു നന്ദി നമ്മൾ കൊടുക്കുകയാണ്. നമുക്ക് സ്വാമിയെ കാണാനല്ലേ ഇതുവഴി വരുന്നത്. സത്രത്തിൽ നിന്നും 6 കിലോമീറ്റർ പിന്നിട്ട് ഓടംപ്ലാവ് പോയിന്റിൽ എത്തിയാൽ വനംവകുപ്പും ജില്ലാ ഭരണകൂടവും ചേർന്ന് ഒരുക്കിയ വിശ്രമകേന്ദ്രം കാണാം. വിശപ്പകറ്റാൻ ചൂടുകഞ്ഞിയും പയറും അച്ചാറും ഇവിടെ സൗജന്യമായി ലഭിക്കും. കൂടാതെ ചായയും ലഘുഭക്ഷണവുമുണ്ട്. This is Sai Kalyan from we are coming from Tirupati which is in Andhra Pradesh. It's our first time, but trekking from there to here it's quite hard because it's the first time, but it's his second time. So we were facing like knee pains and everything, but it was good. They were helping, like medical team was all the time they were there, and also the water we have for water facility too, and also but the security, they have tight security that we should not bring any plastic to the inside the forest. So that was quite good. So we have a good experience in that. So now we have to think how would our darshan go. അടിയന്തര വൈദ്യസഹായത്തിനായി ഓഫ് റോഡ് ആംബുലൻസ് സേവനവും സജ്ജമാണ്. രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 12 വരെ മാത്രമേ ഭക്തരെ സത്രത്തിൽ നിന്നും കടത്തിവിടുകയുള്ളൂ. അല്ല, ഒരു നല്ല സഹകരണമാണ് എല്ലാം കൊണ്ടും ഇതുവരെ നല്ല സഹകരണമാണ്.
ഇപ്രാവശ്യം കൂടുതൽ തിരക്കുണ്ട് ഈ വഴി. കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഇത്ര ആൾക്കാർ ഇത് വഴി വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം നല്ലോണം ഭക്തജനങ്ങൾ ഈ വഴി കടന്നു വരുന്നുണ്ട്. അവിടെ കാനന വിശുദ്ധി കാത്തുസൂക്ഷിക്കാൻ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് കർശന നിരോധനവും പരിശോധനയുമുണ്ട്. വൈകുന്നേരം 6 മണിക്ക് മുൻപായി ഭക്തർ സന്നിധാനത്തെത്തണം. ഇരുട്ട് വീണു കഴിഞ്ഞാൽ അയ്യപ്പന്മാരെ സന്നിധാനത്തെത്തിക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൂടെയുണ്ടാകും. അവസാന പട്രോളിംഗും നടത്തി സത്രത്തിലെ ചെക്ക് പോയിന്റിൽ നിന്നും കടത്തിവിട്ട ഭക്തരുടെ എണ്ണവും ടോക്കൺ നമ്പറുകളും ഒത്തുനോക്കി പാതയിൽ ആരും ഇല്ലെന്ന് ഉറപ്പാക്കിയ ശേഷമാണ് ഉദ്യോഗസ്ഥർ ഡ്യൂട്ടി അവസാനിപ്പിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, സന്നിധാനം.